പരിചയപ്പെടാം. അതിനുശേഷം നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം നമ്മൾ നിങ്ങൾക്കായി അണിനിരത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷന് മുൻപേ തന്നെ നമുക്ക് സ്പോൺസേഴ്സിനെ പരിചയം. Well, before that, I would love to say anybody outside. ആ പടത്തില് ആദ്യത്തെ വന്ദേ പന്നകഭൂഷണ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിളിക്കാം. അതൊന്നും അതേ അജയൻ എന്നാണ്. ഓക്കെ ഫൈൻ. അപ്പൊ ആ പടത്തില് ആദ്യത്തെ ഞാൻ വക്കീല് കോടതിയിൽ ഹാജരാകുന്ന ഒരു ഇൻസിഡന്റ്. അപ്പോ ആ വക്കീല് ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങൾ എന്നെ നമ്മുടെ മുമ്പിൽ കാണാൻ പോകുന്നത്. ആ വിഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ let me welcome on the stage of Manchester. Please put your hands together and welcome Jitin Lal. Wait. 12-ാം തീയതി തിയേറ്ററിലെ സിനിമ എത്തുമ്പോൾ എത്ര പേര് പോയി കാണും? കാണുമല്ലോ. അപ്പൊ എന്താ ആ സിനിമ എടുത്ത ആളുകളുടെ ഒരു സ്നേഹം, ഒരു ഇച്ചിരി കൈയടി അറിയണേ.
ജിതിൻ ശരിക്കും പറഞ്ഞാൽ വിഷൻ ചെയ്തേക്കുന്ന സാധനം ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു സംവിധായകൻ അദ്ദേഹത്തിന്റെ മാഗ്നം ഓപ്പസ്, അതായത് രാജമൗലി ബാഹുബലി എടുത്തത് തന്നെ ഏതാണ്ട് 8ാമത്തെയോ 7ാമത്തെയോ പടം എന്നുകൊണ്ടാണ്. പക്ഷെ ആദ്യത്തെ പടത്തിൽ തന്നെ മലയാളത്തിന് വേണ്ടി ആ സ്കെയിലിൽ ഒരു സിനിമ, അതായത് നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ സിനിമ കന്നഡയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് യഷിന്റെ KGF കൊണ്ടുവന്ന ഓമ്പാലയാണ്. തെലുങ്കിലും തമിഴിലും ഒക്കെ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും മൈത്രിയും അങ്ങനെയുള്ള വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. മലയാളത്തിന്റെ മാഗ്നം ഓപ്പസ് ആണ് നമ്മൾ കാണാൻ പോകുന്ന അജയന്റെ ആഘോഷം. ജിതിൻ പേടിപ്പിച്ചതല്ല അല്ല ഇല്ല, എനിക്ക് പറയാനുള്ളത് ഇതൊരു ചെറിയ പടമാണ്. ചെറിയ പടം ലോഞ്ച് ചെയ്യുന്നത് മാഞ്ചസ്റ്ററിലെ ഡബ്ലിനില്, ഇത് കഴിഞ്ഞ് ദുബായ്, സൗദി അല്ലേ. ഓന്റെ കഥയൊന്നും രാത്രി പറയാൻ കൊള്ളൂല മോളെ. എന്ന് പറയുന്ന ഒരു വലിയ കാര്യമല്ലേ. അങ്ങനെ ഒരു ഫാൻസ് അസോസിയേഷൻ ഉള്ള നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ RJ മിഥുൻ രമേശ്. Welcome മിഥുൻ രമേശ് on the stage. Thank you so much. ഇത്തരത്തിൽ ഒരു ഗംഭീര സ്കെയിലുള്ള ഒരു പ്രോഗ്രാമിന് മിഥുൻ ചേട്ടൻ സ്റ്റേജിൽ വന്ന് ഇങ്ങനെ ഒരു നിറസാന്നിധ്യമായി നിന്നാൽ മാത്രമേ നടക്കൂ എന്നുള്ളതാണ്. ആദ്യം എല്ലാവരും നമസ്കാരം. മാഞ്ചസ്റ്റർ make some noise. ആദ്യം കഴിഞ്ഞ ആദ്യമേ ഇതെന്ന് പറയുന്നത് എനിക്ക് നമ്മൾ ഒരുമിച്ച് തുടങ്ങുന്നതാണ്. എത്രയോ വർഷമായിട്ട് അടുപ്പമുള്ള ആളാണ് അനുശ്രീ. അപ്പൊ ഒരു വലിയ ഐഡിയ അനുവിന് അത് താങ്ക് യു ഫോർ ദ കൈൻഡ് വേർഡ്സ് കേട്ടോ. ഇത് മറ്റേ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. കഥ പറയാനുള്ള ഒരുപാടുള്ളത് പിന്നെ പറയും കേട്ടോ. ഇത് അതിനെ പിടിച്ചോളൂ. എനിക്ക് മുണ്ടുകൊടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം. എനിക്ക് മലയാളത്തിൽ സംസാരിക്കാനും അറിയാം, വേണ്ടി വന്നാൽ നല്ല രണ്ട് തെറി പറയാനും അറിയാം. കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കും പങ്കുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മള് സാധാരണ ഒരു ഇന്നോഗ്രേഷൻ നടന്നത് തുടക്കത്തിലാണ്, പക്ഷെ ഇന്ന് നമ്മൾ വിളക്ക് കൊടുത്തിയത് അവസാനം. താങ്ക് യു. സുരഭി മാണിക്യമായിട്ട് നിന്ന് സംസാരിക്കണമെന്ന് പറയുന്നത് ആഗ്രഹിക്കുന്നു. മാണിക്യമായിട്ട് നിന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആ ഒരു ഡയലോഗ് മാണിക്യത്തിന്റെ പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാനുള്ളത്. ആ 3 പിള്ളേരെ എടുത്ത് വാങ്ങിച്ചോ. സൂപ്പർ. അതായത് സുരഭിതിൽ ചെയ്യുന്നത് മാണിക്യം എന്ന് പറയുന്ന ടോവി ചെയ്യുന്ന മണിയന്റെ വൈഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മൈക്ക് മേടിച്ച് പറഞ്ഞത് എനിക്ക് ഒരേ ഒരു കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ളൂ. അതായത് ഞങ്ങൾ ഈ സിനിമ പ്രിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും ടോവിയും പറഞ്ഞു, ഈ റോള് ചെയ്യാൻ വേറെ ആരുമില്ല സുരഭി അല്ലാതെ. അത്രേ ഉള്ളൂ. കാരണം അത്രയും ഏജ്ഡായിട്ടുള്ള ഒരു അമ്മമ്മയുടെ റോളും ഒരു 40 സ്റ്റേജിലുള്ള 35-40 സ്റ്റേജിലുള്ള മണിയുടെ വൈഫായിട്ടും ഞങ്ങൾ കണ്ടത് സുരഭിനെ തന്നെയാണ്. അത് സിനിമയിലും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ബാക്കി നിങ്ങളാണ് എനിക്ക് കണ്ടിട്ട് പറയുന്നത്. ചെയ്യുന്ന ഒരു നടൻ നമുക്ക് മലയാള സിനിമയ്ക്കുണ്ട്. അത് മറ്റേ